ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്തിലെ 4 അംഗങ്ങളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ DDFന്റെ സ്ഥാനാർത്ഥികളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 1-ാം വാർഡ് മെമ്പർ ജിജി തോമസ് തച്ചാർകുടി, 3-ാം വാർഡ് മെമ്പർ ഡെറ്റി ഫ്രാൻസിസ്, 10-ാം വാർഡ് മെമ്പർ ലാലു തെങ്ങുംപള്ളിയിൽ, 14-ാം വാർഡ് മെമ്പർ ജിജി പുതിയപറമ്പിൽ എന്നിവരാണ് അയോഗ്യരാക്കപ്പെട്ടത്. ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് 2020 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UDF ഘടകകക്ഷിയായ RMPക്ക് അനുവദിച്ചിട്ടുള്ള ഫുട്ബോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടുന്നതിനു വേണ്ടി RMPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കത്ത് വാങ്ങി റിട്ടേണിംഗ് ഓഫീസർക്ക് ഹാജരാക്കിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുട്ബോൾ ചിഹ്നം ഇവർക്ക് അനുവദിച്ചത്. RMP ചിഹ്നത്തിലാണ് ഈ 4 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കലും UDFലെ ജോസഫ് മുത്തോലിയും തമ്മിലായിരുന്നു മത്സരം. DDF 7, UDF 7, LDF 2 ആയിരുന്നു കക്ഷിനില. UDFന്റെ ഘടകകക്ഷിയായ RMP ചിഹ്നത്തിൽ മത്സരിച്ച 4 പേരോടും UDF സ്ഥാനാർത്ഥി ജോസഫ് മുത്തോലിക്ക് വോട്ട് ചെയ്യണമെന്ന് RMP സംസ്ഥാന ജനറൽ സെക്രട്ടറി N വേണു വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ വിപ്പ് പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. ഇവർ 2020 ഡിസംബർ 30 നടന്ന തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കലിന് വോട്ട് രേഖപ്പെടുത്തി. ഇതിനെതിരെ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. RMP സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് RMP നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിക്കുകയും ചെയ്യുന്നത് കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്നും ഇവരെ അയോഗ്യരാക്കണമെന്നുമാണ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടത്. ഈ വാദത്തിൽ കഴമ്പുണ്ടെന്നും RMPയുടെ കത്ത് ഹാജരാക്കി ചിഹ്നം ലഭ്യമാക്കിയാൽ അവർ മെമ്പർമാർ ആയിരിക്കുന്ന കാലത്തോളം പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം പാലിക്കാതിരുന്നത് കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഇവർക്ക് അയോഗ്യത വിധിച്ചിട്ടുണ്ട്.